Next question. Production during the year 1,20,000. Cost ratios: raw material 60%, labor 10%, overheads 20%. Raw material remains in stores for 2 months. Then processing period തന്നിട്ടുണ്ട്. അത് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ആയിട്ടാ. പ്രോസസ്സിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വർക്കിംഗ് ക്യാപിറ്റലിലെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 month. ഫിനിഷ്ഡ് ഗുഡ്സ് 3 months. ക്രെഡിറ്റ് ഗിവൺ ടു ഡെപ്റ്റേഴ്സ് 3 months. Selling price 10, expected margin 10%. Estimate working capital requirements. ഇതിൽ രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒരു പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എക്സ്പെക്റ്റഡ് മാർജിൻ 10% ആണ്. അത് തെറ്റിച്ചിട്ട് എക്സ്പെക്റ്റഡ് പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി അല്ല കേട്ടോ, മാർജിൻ ഫോർ കണ്ടിജൻസി അല്ല. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അതെങ്ങനെ 10% എന്ന് വെച്ചാൽ ആ കോസ്റ്റിനെ സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കി നോക്കിയാൽ 60% റോ മെറ്റീരിയലിന് പോയി, 10% ഏതിന് പോയി, ലേബറിന് പോയി, 20% ഓവർ ഹെഡ്സിന് പോയി. അപ്പോൾ എത്ര ആയിട്ടുള്ളൂ? 90 ആയിട്ടുള്ളൂ. ബാക്കി 10% എന്തായിരിക്കും? നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് തരേണ്ട യാതൊരു കാര്യമില്ല. ഇങ്ങനെ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ ട്രേഡിംഗ് കൺസേൺ ഒക്കെ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒക്കെ തന്നിരുന്നു. കാരണം നമ്മൾ സെയിൽസ് എമൗണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിന് ആവശ്യം ഉണ്ടായിരുന്നു. ഫോർ ട്രേഡിംഗ് കൺസേൺസ് ഓൺലി. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും സ്പ്ലിറ്റപ്പ് തരുന്നുണ്ട്. റോ മെറ്റീരിയലിന് ഇത്ര, ഓവർ ഹെഡ്സിന് ഇത്ര, ലേബറിന് ഇത്ര എന്നൊക്കെ സെപ്പറേറ്റ് തരുന്നുണ്ട്. ഒരിക്കലും അതിൽ എന്തിൻ്റെ എലമെൻറ്റ് വരുന്നില്ല? പ്രോഫിറ്റിൻ്റെ എലമെൻറ്റ് വരുന്നില്ല. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ എക്സ്പെക്റ്റഡ് മാർജിൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് തരേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന ആ ഇൻഫർമേഷൻ ഇറലവൻ്റ് ആണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഹോൾഡിംഗ് പീരീഡുകളൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ, റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് കിട്ടി, വർക്ക് ഇൻ പ്രോഗ്രസ് ഹോൾഡിംഗ് പീരീഡ് കിട്ടി, ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ് കിട്ടി, ക്രെഡിറ്റ് ഗിവൺ ടു ഡെപ്റ്റേഴ്സ് കിട്ടി. അതായത് നമുക്ക് ഡെപ്റ്റേഴ്സിനുള്ള ക്രെഡിറ്റും കിട്ടി. പക്ഷെ എന്ത് തന്നിട്ടില്ല? ക്രെഡിറ്റ് ഗിവൺ ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ കമ്പനിയിൽ ക്രെഡിറ്റേഴ്സ് ഇല്ല, നമ്മളൊക്കെ റെഡി ക്യാഷിനാണ് വാങ്ങാറ്. അങ്ങനെ ഒരു കടം പറഞ്ഞു പോകുന്ന ഒരു പ്രവണത നമുക്കില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് ഇല്ല. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കായിട്ടൊരു ഹോൾഡിംഗ് പീരീഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് എഴുതണ്ട. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേറെ കറണ്ട് ലയബിലിറ്റികളൊന്നുമില്ല. ജസ്റ്റ് കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കിട്ടി. അങ്ങനെ രണ്ട് പ്രത്യേകതകളുള്ളൊരു പ്രോബ്ലമാണ്. ഒന്നാമത്തെ എക്സ്പെക്റ്റഡ് മാർജിൻ. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജോ നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജോ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനോ തന്നാൽ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തത്. രണ്ടാമത്തത്, ക്വസ്റ്റ്യനിലെ ക്രെഡിറ്റേഴ്സിന് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ എമൗണ്ടോ ഹോൾഡിംഗ് പീരീഡോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവില്ല? ക്രെഡിറ്റേഴ്സ് ഉണ്ടാവില്ല. അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. പ്രൊഫോമ വരയ്ക്കാം. 3 കോളം. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ, നെക്സ്റ്റ് 2 കോളംസ് എമൗണ്ട് ആണ്. അതിൽ പെർട്ടിക്കുലറിൽ എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതി. അതിൽ നമ്മൾ ആദ്യം എഴുതാറുള്ളത് ക്യാഷാണ്. പക്ഷേ ക്യാഷിനെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് അത് എഴുതണ്ട. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതിയാൽ മതി? ഡെപ്റ്റേഴ്സ് എഴുതിയാൽ മതി. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമർ ഈസ് 3 months. അപ്പോൾ ബ്രാക്കറ്റിൽ 3 months എന്ന് എഴുതി. അതിൻ്റെ സ്പ്ലിറ്റപ്പുകൾ എഴുതാം. ഒന്നാമത്തെ സ്പ്ലിറ്റപ്പ് റോ മെറ്റീരിയൽ ആണ്. എമൗണ്ട് എഴുതാം. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1,20,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 10 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ 60% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ്. മുകളിൽ എഴുതിയിരിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് 3/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,80,000 കിട്ടി. ലേബറിൻ്റെ എഴുതാം. 1,20,000 ഇൻറ്റു 10 ഇൻറ്റു ലേബർ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ തന്നിരിക്കുന്ന ഡയറക്റ്റ് വേജസ് എന്നാണ്, അത് തന്നെയാണ് ലേബർ എന്നും പറയുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 10% ആണ്. ഇൻറ്റു 10% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 30,000. Then overheads 1,20,000 ഇൻറ്റു 10 ഇൻറ്റു ഓവർഹെഡ്സിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 20% ആണ്. ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 60,000. അപ്പോൾ അങ്ങനെ 3 ഐറ്റത്തിൻ്റെയും എമൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. 3ഉം കൂടി ആഡ് ചെയ്ത് പുറത്തേക്ക് എഴുതുക. ദാറ്റ് ഈസ് 2,70,000. അപ്പോൾ ടോട്ടൽ ഓഫ് ഡെപ്റ്റേഴ്സ് 2,70,000 കിട്ടി. ഇനി 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതാം. അതിന് സ്പ്ലിറ്റപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ടിട്ട് എഴുതിയാൽ മതി. 1,20,000 ഇൻറ്റു 10 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 60% ആണ്. ഇൻറ്റു 60% ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 months ഇൻറ്റു 2/12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 1,20,000 ആണ്. സ്പ്ലിറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ അത് ഔട്ടർ കോളത്തിൽ എഴുതാം.
ദെൻ 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഹോൾഡിംഗ് പീരീഡ് നമ്മൾ നോക്കണം. അവിടെ കൃത്യമായിട്ട് പ്രോസസ്സിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 month. അപ്പോൾ ബ്രാക്കറ്റിലെ 1 month എന്ന് എഴുതി. ദെൻ സ്പ്ലിറ്റപ്പ് ഉണ്ട്, അത് എഴുതുക. ആദ്യത്തെ റോ മെറ്റീരിയൽ ആണ് 1,20,000 ഇൻറ്റു 10 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 60% ഇൻറ്റു 1/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 60,000. നെക്സ്റ്റ് ലേബർ ആണ്. ഇതേപോലെ തന്നെ 1,20,000 ഇൻറ്റു 10 ഇൻറ്റു വേജസിൻ്റെ പ്രപ്പോർഷൻ 10% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 1/12 ഇൻറ്റു 50%. പ്രത്യേകം ശ്രദ്ധിക്കാട്ട്, അത് മറന്നു പോണൊരു ഏരിയ ആണ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ലേബറും ഓവർ ഹെഡ്സും പകുതിയാക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 ആണ് കിട്ടുക. ദെൻ ഓവർ ഹെഡ്സ് ആണ് 1,20,000 ഇൻറ്റു 10 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 20% ഇൻറ്റു 1/12 ഇൻറ്റു 50%. അതും പകുതിയാക്കണം. അപ്പോൾ നമുക്ക് 10,000 കിട്ടി. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ 3 സ്പ്ലിറ്റപ്പും കിട്ടി. 3 ആഡ് ചെയ്യുക. ടോട്ടൽ നമുക്ക് 75,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ദെൻ 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതാം. ബ്രാക്കറ്റിൽ അപ്പം തന്നെ ഹോൾഡിംഗ് പീരീഡ് എഴുതണം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? 3 months ആണ്. അപ്പോൾ അത് എഴുതി. 1 എന്ന് പറഞ്ഞിട്ട് റോ മെറ്റീരിയൽ എഴുതി. 1,20,000 ഇൻറ്റു 10 ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ 60% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,80,000 കിട്ടി. ദെൻ ലേബർ ഇതുപോലെ കണ്ടുപിടിക്കാം. 1,20,000 ഇൻറ്റു 10 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 10% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 30,000. ദെൻ ഓവർ ഹെഡ്സ് ഇതുപോലെ തന്നെ 1,20,000 ഇൻറ്റു 10 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 20% ഇൻറ്റു 3/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 60,000. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിൻ്റെ സ്പ്ലിറ്റപ്പിൻ്റെ എമൗണ്ടുകൾ കണ്ടുപിടിച്ചു. അത് 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 2,70,000 കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ 4 കറണ്ട് അസറ്റ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും? വേറെ ഒന്നുമില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,35,000 ആണ് നമുക്ക് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലൈബിലിറ്റീസ് ആണ് എഴുതാറ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ആ കമ്പനിയിലെ ക്രെഡിറ്റേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 0 എന്ന് ഇട്ടോളൂ, കൺഫ്യൂഷൻ വരണ്ട. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടലും 0 തന്നെയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് -B എന്നും ലെസ് ചെയ്യാനൊന്നുമില്ല, അതിനൊന്നും മൈനസ് ചെയ്യാനില്ല. നമ്മൾ നേരത്തെ തന്നെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ തന്നെയാണ് നമ്മുടെ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് 7,35,000. പിന്നെ പ്രൊവിഷനൊന്നും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും ചെയ്യേണ്ട. അപ്പോൾ അതേ എമൗണ്ട് തന്നെയാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക 7,35,000. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം. ചെറിയൊരു ചേഞ്ച് ഉള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക. നമുക്ക് കറണ്ട് ലൈബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോർഷൻ്റെ ആവശ്യം നമുക്ക് തരേണ്ട ആവശ്യമില്ല. അതും ഇറലവൻറ്റ് ഇൻഫർമേഷൻ ആണ്. ഇനി ഒരു ഹോംവർക്കാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ഹോംവർക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. അത് ട്രേഡിംഗ് കൺസേണിൻ്റെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പ്ലിറ്റപ്പുകളൊന്നും കോസ്റ്റിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര, ലേബർ കോസ്റ്റ് ഇത്ര സ്പ്ലിറ്റപ്പുകളൊന്നും തന്നിട്ടില്ല. നമ്മളൊരു ട്രേഡിംഗ് കൺസേണിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേണിലുള്ളൊരു ഹോംവർക്കാണ്. ആവറേജ് എമൗണ്ട് ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് എമൗണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിനെ വീണ്ടും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട? ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടില്ല. അവരത് നമുക്ക് നേരിട്ടിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഫിഗർ നേരിട്ട് തന്നിരിക്കുന്നു. ദെൻ ആവറേജ് ക്രെഡിറ്റ് അലൗഡ് ടു ഇൻലാൻഡ് സെയിലും ഉണ്ട്, എക്സ്പോർട്ട് സെയിലും ഉണ്ട്. ഇൻലാൻഡ് സെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ സെയിൽസും എക്സ്പോർട്ട് സെയിൽസും. അപ്പം നമുക്ക് ഡെപ്റ്റേഴ്സിന് 2 ആൾക്കാർ വരും, 2 ഡെപ്റ്റേഴ്സ് വരും. ലോക്കൽ സെയിൽസും അല്ലെങ്കിൽ ഇൻലാൻഡ് സെയിൽസും എക്സ്പോർട്ട് സെയിൽസുമാണ് 2 സ്പ്ലിറ്റപ്പ് കൊടുക്കുക. പിന്നെ 2 ടൈം ലാഗ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് ആൻഡ് ഓവർ ഹെഡ്സ്, അതെന്താണ്? മെറ്റീരിയൽസ് ആൻഡ് ഓവർ ഹെഡ്സ്, മെറ്റീരിയൽസ് ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുക?
സപ്ലൈയുടെ കയ്യിൽ നിന്ന്. സപ്ലൈയുടെ വേറെ എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളത് കറണ്ട് ലയബിലിറ്റീസിൻ്റെ ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. വീക്സ് 4 വീക്സും എമൗണ്ടും തന്നിട്ടുണ്ട്. അതുപോലെ വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിൽ വേജസ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതണം. ദെൻ 10% പ്രൊവിഷൻ 15% പ്രൊവിഷൻ. പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി നമ്മളോട് 15% മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ, യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ആദ്യം നമ്മൾ ഈ പാറ്റേണിൽ ആദ്യം ചെയ്ത പ്രോബ്ലം പോലത്തെ അതേ പ്രോബ്ലം തന്നെയാണ്. അതിൻ്റെ എമൗണ്ടുകൾ മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആ സ്പ്ലിറ്റപ്പുകളൊക്കെ വെച്ച് ക്യാഷിനെ കുറിച്ചൊന്നും തന്നിട്ടില്ല. പിന്നെ ഡെപ്റ്റേഴ്സ് 2 ഡെപ്റ്റേഴ്സ് വരും, ഇൻലാൻഡും എക്സ്പോർട്ടും. ദെൻ സ്റ്റോക്ക് നമുക്ക് നേരിട്ട് തന്നിട്ടുള്ള ഫർദർ കാൽക്കുലേഷൻ വേണ്ട. പക്ഷേ 2 സ്പ്ലിറ്റപ്പ് ആയിട്ട് റോ മെറ്റീരിയലിനും ഫിനിഷ്ഡ് ഗുഡ്സിനും സെപ്പറേറ്റ് കാണിക്കുക. അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ കറണ്ട് അസറ്റ് കഴിഞ്ഞു. ദെൻ കറണ്ട് ലയബിലിറ്റിയിൽ ആദ്യം മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ എഴുതുക. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എഴുതുക. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കഴിഞ്ഞു. രണ്ടിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിനോടുകൂടി 15% കണ്ടീജൻസി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്ത ദിവസം അതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.